നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ റൗണ്ട് ഓഫ് 16 കടന്നല്ലോ. ബ്രസീലിൻ്റെ എതിരാളികൾ ആരായിരിക്കും റൗണ്ട് ഓഫ് 16 മത്സരം എന്നാണ്, എപ്പോഴാണ്? അത് കഴിഞ്ഞ് ബ്രസീൽ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ ആരാവും എതിരാളികൾ? അതും കഴിഞ്ഞ് സെമി ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ ആരാവും എതിരാളികൾ? അതും കഴിഞ്ഞ് ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ ആരാവും എതിരാളികൾ? നമ്മളൊന്ന് ഓരോന്നായിട്ട് പരിശോധിക്കുകയാണ്. ബ്രസീലിൻ്റെ റൗണ്ട് ഓഫ് 16 മത്സരം അത് നടക്കുന്നത് ജൂലൈ 5 ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ 6 പുലർച്ചെ 1:30 ആ കളി നടക്കുന്നത്. ആ മത്സരത്തിലെ ബ്രസീലിൻ്റെ എതിരാളികൾ ആരാണ് എന്ന് ഇന്ന് നമുക്കറിയാം, ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 നടക്കുന്ന ഐവറി കോസ്റ്റ് വേഴ്സസ് നോർവേ മത്സരത്തിലെ എതിരാളികളെയാണ് ബ്രസീൽ റൗണ്ട് ഓഫ് 16 നേരിടേണ്ടത്. അപ്പോൾ മറക്കണ്ട, ഇന്ന് രാത്രി 10:30 മത്സരം ബ്രസീൽ ഫാൻസ് കാണുക. അപ്പോൾ എതിരാളികൾ ആരാണെന്നും അവരുടെ നിലവാരം എന്താണെന്നൊക്കെ ധാരണ ലഭിക്കും. സോ കൃത്യമായ സമയം പറഞ്ഞാൽ ജൂലൈ 5 കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ 6 പുലർച്ചെ 1:30 ബ്രസീൽ വേഴ്സസ് ഐവറി കോസ്റ്റ്, അല്ലെങ്കിൽ ബ്രസീൽ വേഴ്സസ് നോർവേ. അതാണ് റൗണ്ട് ഓഫ് 16. അവിടെ നിന്ന് ബ്രസീൽ മുന്നോട്ട് പോയാൽ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബ്രസീലിൻ്റെ എതിരാളികളായിട്ട് ആര് വരും എന്നുള്ളതാണെങ്കിൽ, ഇംഗ്ലണ്ട് വേഴ്സസ് DR കോങ്കോ, മെക്സിക്കോ വേഴ്സസ് ഇക്വഡോർ. ഈ കളികളിലെ വിജയികൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് അതിൽ ജയിക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ 4 ടീമിൽ ഒന്നാകും. ഇംഗ്ലണ്ട് വേഴ്സസ് ഇംഗ്ലണ്ടോ, DR കോങ്കോയോ, മെക്സിക്കോയോ, ഇക്വഡോറോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇപ്പോൾ സാധ്യത ഇംഗ്ലണ്ടാണ് എന്നൊക്കെ പറയാം. പക്ഷേ ഈ വേൾഡ് കപ്പിൽ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. വമ്പന്മാർക്കൊക്കെ ചെറിയ ടീമുകളൊക്കെ പണി കൊടുത്ത് പോകുന്നത് കൊണ്ട് ആരും ആവാം. ഇംഗ്ലണ്ടിനാണ് കൂടുതൽ സാധ്യത എന്ന മട്ടിൽ പറഞ്ഞു വെക്കാമെന്ന് മാത്രം. കളി ജൂലൈ 11 ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ 12 ജൂലൈ 12 പുലർച്ചെ 2:30 ആ കളി നടക്കുക. ഇനി ശ്രദ്ധിക്കുക, സെമി ഫൈനൽ മത്സരം ബ്രസീൽ സെമിയിലേക്ക് എത്തുകയാണെന്ന് വെച്ചോ. സെമിയിൽ ബ്രസീലിൻ്റെ എതിരാളികളായിട്ട് അർജൻറ്റീന വരാം. അർജൻറ്റീന, കേപ്പ് വെർദെ ആ കളിയിൽ ജയിക്കുന്നവർ മുന്നോട്ട് പോകും. ഓസ്ട്രേലിയ, ഈജിപ്ത് അതിൽ ജയിക്കുന്നവർ മുന്നോട്ട് പോകും. സ്വിറ്റ്സർലൻഡ്, അൾജീരിയ അതിൽ ജയിക്കുന്നവർ മുന്നോട്ട് പോകും. കൊളംബിയ, ഗാന അതിൽ ജയിക്കുന്നവരൊക്കെ മുന്നോട്ട് പോയിട്ട് ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് സെമി ഫൈനലിൽ ഈ ടീമുകളിൽ ആരും വരാം. സാധ്യത അർജൻറ്റീന എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലിപ്പോൾ ഈ ഒരു പാത്തിൽ അർജൻറ്റീനയും കൊളംബിയയുമാണ് പ്രധാന വമ്പൻ ടീമുകളെന്ന് പറയാനുള്ളത്. ക്വാർട്ടർ ഫൈനലിൽ അർജൻറ്റീനയും കൊളംബിയയും തമ്മിൽ ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ജയിക്കുന്നവരായിരിക്കും മിക്കവാറും ബ്രസീലുമായിട്ട് ഏറ്റുമുട്ടാൻ എത്തുക. സോ നമുക്ക് തൽക്കാലം ഇങ്ങനെ പറയാം, അർജൻറ്റീനയോ, കേപ്പ് വെർദയോ, ഓസ്ട്രേലിയയോ, ഈജിപ്തോ, സ്വിറ്റ്സർലൻഡോ, അൾജീരിയയോ, കൊളംബിയയോ, ഘാനയോ ആയിരിക്കും ബ്രസീലിൻ്റെ സെമി ഫൈനലിലെ എതിരാളികൾ. കളി നടക്കുക ജൂലൈ 15 ജൂലൈ 15 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം രാത്രി 12:30, ജൂലൈ 16 പുലർച്ചെ അല്ലെങ്കിൽ അർദ്ധരാത്രി കഴിഞ്ഞിട്ട് 12:30 ആ കളി നടക്കുക. അത് കഴിഞ്ഞാലോ ഫൈനൽ മത്സരത്തിൽ ബ്രസീലിൻ്റെ എതിരാളി ആരായിരിക്കും? ജൂലൈ 19 ഫൈനൽ മത്സരത്തിൽ ബ്രസീൽ ഫൈനലിലേക്ക് എത്തിയെന്ന് കരുതിക്കോ. അർജൻറ്റീനയെ തോൽപ്പിച്ചോ, കൊളംബിയയെ തോൽപ്പിച്ചോ ഒക്കെ വന്നിട്ട് ബ്രസീൽ ഫൈനലിലേക്ക് എത്തിയെന്ന് കരുതിക്കോ. മറുഭാഗത്ത് മറ്റേ പാത്തിലൂടെ വരുന്ന ഏതു ടീമും ആകാം. പരാഗ്വേ ആകാം, ഫ്രാൻസ് ആകാം, സ്വീഡൻ ആകാം, കാനഡയാകാം, മൊറോക്കോ ആകാം, പോർച്ചുഗൽ ആകാം, ക്രൊയേഷ്യ ആകാം, സ്പെയിൻ ആകാം, ഓസ്ട്രിയ ആവാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആവാം, ബോസ്നിയ ആവാം, ബെൽജിയം ആവാം, സെനഗൽ ആവാം. ഇതാണ് കൺക്ലൂസീവ് ആയിട്ടുള്ളൊരു ബ്രാക്കറ്റ്. അപ്പോൾ ഇതിൽ മികച്ച ടീമുകൾ നോക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബ്രസീലിനെതിരെ ഫ്രാൻസ് വരാൻ വേണമെങ്കിൽ ഫൈനലിൽ, അല്ലെങ്കിൽ പോർച്ചുഗലും ബ്രസീലും കൂടി ഫൈനലിലാവാം, അല്ലെങ്കിൽ മൊറോക്കോയും ബ്രസീലും കൂടി ഫൈനലിൽ ഒന്നുകൂടി ഏറ്റുമുട്ടാം. ഇതൊക്കെയാണ് ബെൽജിയം വേഴ്സസ് ബ്രസീൽ ഫൈനലുമാകാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സാധ്യതകൾ. ഏതായാലും കാത്തിരിക്കാം ബ്രസീലിൻ്റെ അടുത്ത മത്സരങ്ങൾക്കായിട്ട്. ഇനിയിപ്പോൾ തൊട്ടടുത്ത മത്സരം മറക്കണ്ട, നമുക്കത് ജൂലൈ 6 പുലർച്ചെ 1:30 ഇന്നിപ്പോൾ രാത്രി 10:30 നടക്കുന്ന ഐവറി കോസ്റ്റ് വേഴ്സസ് സെനഗൽ മത്സരത്തിലെ വിജയികളുമായിട്ട്. അതാണ് റൗണ്ട് ഓഫ് 16 പോരാട്ടം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ചെയ്തു.